ഹായ്, ഇന്നെൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അവനൊരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും അറിയാതെ സ്കൂൾ വിട്ട് വരികയാണ്. അപ്പോൾ എൻ്റെ മൊബൈൽ ഓപ്പൺ ചെയ്ത് കണ്ടപ്പോൾ അവൻ എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ്. അത് കഴിഞ്ഞ് അവൻ അവൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോയി. ഉമ്മ അവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി കൊടുക്കുന്ന രംഗമുണ്ടോ ഈ കാണുന്നത്. അവനറിയാം അവൻ്റെ ബർത്ത്ഡേ ആണെന്ന്, പക്ഷേ ഈ ഗിഫ്റ്റിൻ്റെ കാര്യം അവനക്ക് അറിയില്ല. അപ്പോൾ റൂമിൽ കൊടുന്ന് കണ്ണ് തുറന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അവനാകെ ഒന്ന് സ്റ്റക്ക് ആയിട്ടോ. എന്തൊക്കെയാണ് ഇത് ഇവിടെ ബിനാലെ ആകെ ലൈറ്റും ബലൂണും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവൻ അതൊന്നും അല്ല കേട്ടോ നോക്കുന്നത്. അവൻ ഈ ഒരു തുണിയിൽ പൊതിഞ്ഞ് വെച്ചേക്കുന്നത് എന്താണെന്നുള്ളത് അവന് അറിയില്ല. കാരണം അവനൊരു മാസം മുമ്പ് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പച്ചി എനിക്ക് സൈക്കിൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തെ വീട്ടിലെ കൊച്ചുങ്ങൾ സൈക്കിൾ കൊണ്ട് കളിക്കാറുണ്ട് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അവനത് കണ്ടിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴൊന്നും വാങ്ങിക്കൊടുക്കില്ല, ഞാൻ ബർത്ത്ഡേക്ക് എന്താണെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച തന്നെ ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് അവനക്കൊരു ബാറ്ററിക്ക് ഓടുന്നൊരു ചെറിയ കുഞ്ഞ് ബൈക്കാണ് വാങ്ങിച്ചു കൊടുത്തത്. ഇതൊന്നും അധികം ഉണ്ടാവത്തില്ല കേട്ടോ. അവന് ബൈക്ക് വാങ്ങിച്ചു കൊടുത്ത് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ അത് 4 പീസാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്കാവാത്ത രീതിയിലാക്കി. അവന് കുറച്ച് ഇലക്ട്രീഷ്യൻ പണിയൊക്കെ അതിൻ്റെ അകത്ത് നടത്തി. കൊച്ചുങ്ങൾ അങ്ങനെയാണല്ലോ. എങ്കിലും നമുക്ക് സാധിക്കാതെ, നമുക്ക് ചെറുപ്പത്തിൽ കിട്ടാതെ പോയ പല കാര്യങ്ങളും നമ്മുടെ മക്കളോട് സാധിക്കാനല്ലേ നമ്മൾ നോക്കത്തുള്ളൂ. അങ്ങനെ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത് ഒരു സൈക്കിൾ കേട്ടോ. എനിക്കത് കിട്ടിയിട്ടില്ല. പക്ഷെ അതുപോലെ നമ്മുടെ മക്കൾക്ക് കിട്ടാതിരിക്കാൻ പാടില്ലല്ലോ. അവരുടെ കൊച്ചു സന്തോഷങ്ങളല്ല നമുക്ക് വലുത്. അപ്പോൾ അത് കഴിഞ്ഞ് അവൻ കേക്കൊക്കെ മുറിച്ച്, അവന് കേക്കൊന്നും വേണ്ട, കേക്ക് ഒരു ചെറിയ പീസ് കഴിച്ച് അവന് സൈക്കിൾ ചവിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ സൈക്കിളിൽ കയറി പിന്നെ അന്ന് സൈക്കിളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.